സമയം 10 മണിയാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 10:30ക്കും 11നും ഇടയ്ക്കാണ് കാർത്തിക്കും ആതിരയും ഒപ്പുവെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവരിരുവരും റാമിനും ഷൈനയ്ക്കുമൊപ്പം കാറിൽ തന്നെ സംസാരിച്ചു നിന്നു. അപ്പോഴേക്കും അവരുടെ 4 പേരുടെയും ശ്രദ്ധ അവരെ ഫോളോ ചെയ്തു വന്ന ഓട്ടോയ്ക്ക് നേർക്കായിരുന്നു. ആ ഓട്ടോ രജിസ്റ്റർ ഓഫീസിന് എതിർവശത്തായി നിൽക്കുകയും അതിൽ നിന്ന് ആൽഫയും ലില്ലിയും 7 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയും പുറത്തേക്കിറങ്ങി. ഓട്ടോ കാശ് കൊടുത്ത ശേഷം ചുറ്റിനും കണ്ണോടിച്ചുകൊണ്ട് മൂവരും അകത്തേക്ക് കയറി വരുന്നത് അവർ കണ്ടു. നമ്മുടെ യൂഹം തെറ്റിയില്ലാതെ അത് ആൽഫി തന്നെയാണ്. അവൻ്റെ മട്ടും ഭാവവും കണ്ടിട്ട് എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണെന്ന് തോന്നുന്നു, കാർത്തിക് ആതിരയോടായി പറഞ്ഞു. എനിക്കും കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ആതിര കാർത്തിക്കിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അതേസമയം ആൽഫി അവരെ കണ്ടു കഴിഞ്ഞിരുന്നു. ആൽഫി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, എന്തായാലും ഞാനും ഷൈനയും കുറച്ച് അപ്പുറത്തേക്ക് മാറി നിൽക്കാം. അവർക്ക് നേരെ നടന്നു വരുന്ന ആൽഫി എന്ന് നോക്കിയിട്ട് ഷൈനയുടെ കൈയും പിടിച്ച് ശ്രീറാം കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്നു. ആദി, കാർത്തിക് സാർ കല്യാണം കഴിക്കാൻ പോകുന്നത് നിന്നെയാണോ? ആതിരയുടെ അടുത്തേക്ക് എത്തിക്കിതച്ചുകൊണ്ട് ആൽഫി ചോദിച്ചു. അതെ, ഇന്നാണ് ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ്. നീ വന്നത് നന്നായി ആൽഫി. ഇനിയെങ്കിലും നിനക്ക് ബോധ്യമാകുമല്ലോ, നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് പറഞ്ഞത് സത്യമാണ്. ആദി, നീ തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? എത്ര പെട്ടെന്ന് പഴയതൊക്കെ മറന്ന് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിനക്കെങ്ങനെ മനസ്സ് വന്നു? എൻ്റെ മനസ്സിൽ ഇതുവരെ നീ ഇല്ലാതെ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാവാനും പോണില്ല. ഒരു തെറ്റ് പറ്റിപ്പോയടി, അതിന് നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ ഞാൻ. നിനക്കെന്നോട് ഈ തവണത്തേക്കെങ്കിലും ക്ഷമിച്ചുകൂടെ? ഇല്ല ആൽഫി, ഇനിയൊരവസരം നിനക്ക് ഞാൻ തരില്ല. അത്രത്തോളം നിന്നെ ഞാൻ വെറുക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നിന്നോട് ക്ഷമിച്ചിട്ട് എന്തിനാ? നിന്റെ മമ്മിയും പെങ്ങന്മാരും അടുത്ത നാടകം ഇറക്കിയാൽ വീണ്ടും അവിടെ വാക്ക് കേട്ട് എന്നെ നീ ഉപേക്ഷിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഇല്ലാതി, ഇനി ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവർക്ക് ഇനി മരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലും ഡേയ്സിയെ സണ്ണി ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാലും നിന്നെ ഞാൻ വിട്ടുകളയില്ല. ആൽഫിയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. ഈ തീരുമാനം പണ്ടേ നീ എടുത്തിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ എൻ്റെ മുന്നിൽ നിന്ന് കരയേണ്ടി വരില്ലായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അന്ന് ഈ ധൈര്യം നിനക്കില്ലാതെ പോയി. അന്നത്തെ എൻ്റെ അവസ്ഥ അതായിരുന്നു ആദി. നിന്നെ വിട്ടു പോയപ്പോൾ മുതൽ ഒരു രാത്രി പോലും ഞാൻ സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല. നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല. അത്രയും നിസ്സഹാവസ്ഥയിലായി പോയതുകൊണ്ടാണ് ആദി. അതെന്താ നീ മനസ്സിലാക്കാത്തത്? ഞാൻ കൂടി കൈവിട്ടാൽ ജീവൻ കളയാൻ തുനിഞ്ഞു നിൽക്കുന്ന 5 ജീവനുകളെ കണ്ടിൽ നിന്ന് അടിക്കാൻ എനിക്കായില്ല. ഇന്നത്തെ ഈ ധൈര്യം അന്ന് എനിക്ക് കിട്ടിയില്ല. പപ്പ കൂടി തളർന്നു പോയതുകൊണ്ട് ആ നിമിഷങ്ങളിൽ ഞാൻ ശരിക്കും പതറിപ്പോയിരുന്നു. ഞാനൊരു ആൺകുട്ടിയല്ലേ, എങ്ങനെങ്കിലും നിന്നെ വിവരം അറിയിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു എന്നൊക്കെ നിനക്ക് തോന്നാം. സത്യത്തിൽ അന്നൊക്കെ എൻ്റെ ചിന്താശേഷി തന്നെ മരവിച്ചു പോയിരുന്നു ആദി. നിന്നെ കാണാതെ, നിന്നെക്കുറിച്ച് ഒന്നും അറിയാതെ ആകെ വട്ടുപിടിക്കും പോലെ തോന്നിയ ദിവസങ്ങൾ. ഭ്രാന്തിൻ്റെ വക്കോളം ഞാൻ എത്തിപ്പോയിരുന്നു. അതിനൊക്കെ ലില്ലി സാക്ഷിയാണ് ആദി. എൻ്റെ വാക്കുകൾക്ക് നിനക്ക് വിശ്വാസയോഗ്യമായി തോന്നുന്നില്ലെങ്കിൽ നിനക്ക് ലില്ലിയോട് ചോദിക്കാം, ഈ കാലയളവിൽ എന്തായിരുന്നു എൻ്റെ സ്ഥിതിയെന്ന്. അതിനാ നിന്നെ തിരക്കി കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇവളെ കൂടെ കൂട്ടിയത്. ആതിര, ആൽഫിച്ചയൻ തന്നെക്കുറിച്ച് പറയാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഇച്ചയൻ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അടുത്തുനിന്ന് കണ്ടറിഞ്ഞവളാ ഞാൻ. താൻ എന്തുകൊണ്ടാണ് ഇച്ചൻ്റെ ഭാഗത്തു നിന്നും ചിന്തിക്കാത്തത്? സ്വന്തം വീട്ടുകാരെ കുരുതിക്ക് കൊടുത്ത് സ്വന്തം ഇഷ്ടം നോക്കി പോകാൻ ആൽഫിച്ചയന് കഴിഞ്ഞില്ല. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് സ്വാർത്ഥരെ പോലെ ചിന്തിക്കാനാവില്ലല്ലോ. ശരിക്കും ഇച്ചൻ്റെ വീട്ടുകാർ ആ സ്നേഹം മുതലെടുക്കുകയായിരുന്നുവെന്ന് ഈ പാവം അറിയാതെ പോയി. ഒരു തവണ തനിക്കൊന്ന് ക്ഷമിച്ചൂടെ ആതിര? ഇച്ചയൻ തന്നെ അത്രത്തോളം ജീവനായത് കൊണ്ടല്ലേ? ലില്ലിയുടെ വാക്കുകൾ കേട്ട് ആതിര പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചത് ആൽഫിയാണ്. പരസ്പരം ആരും വേണ്ട, നമുക്ക് നമ്മൾ മാത്രം മതിയെന്ന് പറഞ്ഞ് ജീവിതം തുടങ്ങി വെച്ച് വയറ്റിലൊരു കൊച്ചിനെ തന്നിട്ടാ ഇവൻ പോയത്. അന്ന് തൊട്ട് ഞാൻ അനുഭവിച്ചതിൻ്റെ 100-ലൊരു അംശം പോലും ആൽഫി അനുഭവിച്ചിട്ടില്ല. അന്ന് വീർത്തു പോയതാണ് ഞാൻ. അവൻ്റെ വീട്ടുകാർ ഒന്ന് വീണു പോയപ്പോൾ ആൽഫി കൈ പിടിച്ചുയർത്തിയതുപോലെ ജീവിതം തന്നെ നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയുന്ന എനിക്ക് താങ്ങായി നിന്ന മനുഷ്യനാണിത്. എന്തിൻ്റെ പേരിലാണെങ്കിലും എന്നെ ഉപേക്ഷിച്ചു പോയ ഒരുത്തിനു വേണ്ടി ഞാനതിനെ കാത്തിരിക്കണം. എന്തിന് ക്ഷമിക്കണം? ഇപ്പോൾ എൻ്റെ മനസ്സിൽ പോലും ആൽഫിയില്ല. ഞാൻ സ്നേഹിക്കുന്നത് കാർത്തിയേട്ടനെയാണ്. ഇനിയുള്ള ജീവിതം ജീവിച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്നതും ഇദ്ദേഹത്തിനൊപ്പമാണ്. ഈ തീരുമാനം ഒരിക്കലും മാറാൻ പോണില്ല. സ്വന്തം ഭർത്താവിനെ ആദ്യ ഭാര്യയുമായി ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കാതെ ഇനിയെങ്കിലും നിങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക. ആതിരയുടെ സ്വരത്തിന് മൂർച്ചയേറിയിരുന്നു. അവളോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ലില്ലി വിഷമത്തോടെ ആൽഫിയെ നോക്കി. എന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണോ ആദി നീ ഇപ്പോൾ എടുത്തുചാടി വിവാഹം ചെയ്യാൻ തീരുമാനിച്ചത്? ഞാൻ നിന്നെ തിരക്കി വന്നത് കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? ആൽഫിയുടെ ചോദ്യം കേട്ട് ആതിര ഒന്ന് പുഞ്ചിരിച്ചു. ഒരിക്കലുമല്ല ആൽഫി, നീ വന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ വിവാഹിതരാകാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്.
കുറച്ചുനാൾ തമ്മിൽ മനസ്സിലാക്കി അടുത്തറിഞ്ഞ് സ്നേഹിച്ച ശേഷം രണ്ടുപേർക്കും ഓക്കെ ആണെങ്കിൽ വീട്ടുകാരെ അറിയിച്ച് വിവാഹിതരാകാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം. കാരണം ഒരിക്കൽ പറ്റിയ ചതി പിന്നീടുണ്ടാവാൻ പാടില്ലല്ലോ. ആതിരയുടെ മുന്നിൽ വെച്ചുള്ള സംസാരം ആൽഫിയെ തളർത്തി. കാർത്തിക് സാർ, നിങ്ങളെങ്കിലും എന്നെ മനസ്സിലാക്കണം. ആതിരയെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അവളെന്നെ മനസ്സിലാക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു ഇതുവരെ ജീവിതം ഞാൻ തള്ളി നീക്കിയത്. ബന്ധങ്ങളിലെ കെട്ടുപാടിൽപ്പെട്ട് ഒരവസരത്തിൽ ആതിര എനിക്ക് സംരക്ഷിക്കാൻ കഴിയാതെ പോയി. ഇനിയും ഇവളില്ലാതെ എനിക്ക് പറ്റില്ല സാർ. സാറെങ്കിലും ആതിരയെ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് ഇവളെ തിരിച്ചു വേണം സാർ. ഇനി ഒരിക്കലും ആർക്കു വേണ്ടിയും ആതിരയെ ഞാൻ വിഷമിപ്പിക്കില്ല. ഞാൻ സാറിൻ്റെ കാല് പിടിക്കാം. അവൻ കാർത്തിക്കിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന കൈകൾ കൂപ്പിക്കരഞ്ഞു. ആൽഫി, എഴുന്നേൽക്ക്. കാർത്തിക് ആൽഫിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. സാർ പ്ലീസ്, അവൻ കെഞ്ചി. ആൽഫി, ഒരു മനുഷ്യനും ഇത്രയ്ക്കും തരം തഴാൻ പാടില്ല. താനെ കാണിച്ചു കൂട്ടുന്നതൊക്കെ എത്ര വേദനയോടെയാണ് തൻ്റെ ഭാര്യ കണ്ടു നിൽക്കുന്നതെന്ന് താൻ ഓർത്തോ? നിയമപരമായി ആൽഫി വിവാഹം കഴിച്ച് ഭാര്യയാക്കിയതല്ലേ ഈ കുട്ടിയെ? ഒരിക്കലെങ്കിലും ഈ കുട്ടിയെ മനസ്സിലാക്കാൻ താൻ ശ്രമിച്ചിട്ടുണ്ടോ? തന്നെപ്പോലെ തന്നെ ഒന്നും അറിയാതെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണ് ലില്ലിയും. ആൽഫിയുടെ കഥ അറിഞ്ഞപ്പോൾ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ ഈ കുട്ടി? പകരം തൻ്റെ വിഷമതകളിൽ ഒപ്പം നിന്ന് ആദ്യ ഭാര്യയുമായി ഒരുമിച്ച് ചേർക്കാൻ വരെ ഒപ്പം വന്നിരിക്കുന്നു. തന്നുള്ള ഇഷ്ടം കൊണ്ടാവില്ലേ ഇതിനൊക്കെ ലില്ലി കൂട്ടുന്നത്? പിന്നെ ആതിര ഒരിക്കലും ആൽഫയോട് ക്ഷമിക്കാൻ പോകുന്നില്ല. ഇനിയും ഇവളുടെ പിന്നാലെ നടന്ന് സ്വന്തം നിലയും വിലയും മറക്കരുത്. താൻ ഉപേക്ഷിച്ചു പോയപ്പോൾ മുതലുള്ള ആതിരയുടെ കഷ്ടപ്പാടുകളും ദുരിതം നിറഞ്ഞ ജീവിതവും അടുത്തു നിന്ന് കണ്ടവനാണ് ഞാൻ. അതുകൊണ്ട് ആതിര ഒരിക്കലും ആൽഫ്രഡ് ജീവിതത്തിലേക്ക് കടന്നു വരില്ല. ആൽഫ്രഡ് തോളിൽ മെല്ലെ തട്ടി കാർത്തിക് പറഞ്ഞു. ആതിര എനിക്ക് മറക്കാൻ കഴിയില്ല സാർ. അവളോട് ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്നറിയാം. പ്രായശ്ചിത്തം ചെയ്യാനെങ്കിലും എനിക്കൊരവസരം തന്നോടെ ആദ്യം നിനക്ക്. ഇല്ല ആൽഫി, എന്നിൽ നിന്നൊരു ദയം നീ പ്രതീക്ഷിക്കേണ്ട. കുറച്ചെങ്കിലും മനസാക്ഷി ബാക്കിയുണ്ടെങ്കിൽ എന്നോട് ചെയ്തതൊന്നും ലില്ലിയോട് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനിയെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ലില്ലിയുടെ മനസ്സ് മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക. നീ കൂടി കാരണം പറ്റിക്കപ്പെട്ടൊരു പെൺകുട്ടിയാണിവൾ. അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആൽഫി. എന്നോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജിന് സാക്ഷിയായി ഒപ്പുവെക്കാം. ആദി, വേദനയോടെ ആൽഫി വിളിച്ചു. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒപ്പുവെച്ചാൽ മതിയാകും. അങ്ങനെയെങ്കിലും നീ നിന്റെ മനസ്സിന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്നെ ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലെന്ന്, നിന്റെ മനസ്സിലൊരിക്കലും മാറില്ലെന്ന് എനിക്ക് മനസ്സിലായി ആദി. സ്റ്റിൽ ഐ ലവ് യു ആദി. ഇത്രത്തോളം നിന്നെ വെറുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി നിന്റെ മുൻപിൽ പോലും ഞാൻ വരില്ല. നീ പറഞ്ഞതുപോലെ എൻ്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി നിങ്ങളുടെ വിവാഹത്തിന് സാക്ഷിയായി ഞാൻ ഒപ്പുവെക്കാം. പകരം എന്നോട് ക്ഷമിച്ചെന്നോ ഒരു വാക്കെങ്കിലും എന്നോട് നീ പറയണം. ഇനിയുള്ള കാലം നെഞ്ചിൽ നിറി കഴിയാൻ വയ്യാത്തോണ്ടാ. ആതിരയുടെ കാര്യങ്ങൾ കൂട്ടിപ്പിടിച്ച് ആൽഫി തേങ്ങി. നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും ലില്ലിയെ സ്നേഹിക്കാൻ ശ്രമിക്കുക ആൽഫി. വെറുതെ ഈ പാവത്തിനെ കൂടി വിഷമിപ്പിക്കാതെ. കണ്ണുകൾ നിറച്ച് നിൽക്കുന്ന ലില്ലിയെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആതിര പറഞ്ഞു. നീ സന്തോഷമായിട്ടിരുന്നാൽ മതിയാതി. എൻ്റെ തെറ്റുകൊണ്ടല്ലേ നിന്നെ എനിക്ക് നഷ്ടമായത്. അത് ഞാൻ സഹിച്ചോളാം. തുവാല കൊണ്ട് കണ്ണുകളൊപ്പി ആൽഫി ചിരിക്കാൻ ശ്രമിച്ചു. കാർത്തി, ആദി, രണ്ടാളും വാ, സമയമായി. ശ്രീറാം വാച്ചിലേക്ക് നോക്കി അവരോട് വിളിച്ചു പറഞ്ഞു. ദാ വരുന്നു റാം. കാർത്തിക് അവനെ നോക്കി കൈ ഉയർത്തി കാണിച്ചു. ആൽഫി, ലില്ലി, നിങ്ങളും വരൂ. കാർത്തിക്കും ആതിരയും ഒരേ സ്വരത്തിൽ അവരെ ക്ഷണിച്ചു. ആ വരാം. ഉള്ളിലെ വേദന മറച്ചു പിടിച്ച് അവർക്ക് പിന്നാലെ ആൽഫിയും ലില്ലിയും രജിസ്റ്റർ ഓഫീസിന് നേർക്ക് നടന്നു. കാർത്തിക്കിനും ആതിരയ്ക്കും പിന്നാലെ നടന്നു വരുന്ന ആൽഫിയെ ഭാർഗവമ്മ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇവനെന്താ ഇവിടെ? ഭാർഗവമ്മ അത് പറഞ്ഞതും പാഞ്ഞു ചെന്ന് ആൽഫിയുടെ കർണം തടിച്ചു. നിമിഷങ്ങൾക്കുള്ളിലാണ് എൻ്റെ കുട്ടിയെ പറ്റിച്ച് കടന്നു കളഞ്ഞിട്ട് ഇപ്പോൾ എന്തുദ്ദേശത്തിലാ നീ ഇങ്ങോട്ട് വന്നത്? പറയടാ. ആൽഫിയുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചുലച്ചുകൊണ്ട് അവർ ചോദിച്ചു. അമ്മാമേ, എനിക്ക് വാക്കുകൾ കിട്ടാതെ അവൻ പതറി. അമ്മാമേ, ഇവിടെ വെച്ചൊരു വഴക്ക് വേണ്ട. എല്ലാം ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. ആൽഫി ഇപ്പോൾ പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ല, ഞങ്ങളുടെ വിവാഹം കൂടാൻ വന്നതാണ്. ഭാർഗവമ്മയെ അനുനയിപ്പിച്ച് ആതിര അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആൽഫിയെയും ലില്ലിയെയും രൂക്ഷമായി നോക്കിക്കൊണ്ടാണ് അവർ പോയത്. ആൽഫി ചാൻ വിഷമിക്കേണ്ട, ഇച്ചായനപ്പം ഞാനില്ലേ. ലില്ലിയുടെ കൈകൾ അവൻ്റെ കൈകളിൽ പിടിമുറുക്കി. രജിസ്ട്രാൽ ചൂണ്ടിക്കാണിച്ച കോടതിയിൽ ആതിരയും കാർത്തിക്കും സന്തോഷത്തോടെ ഒപ്പുവെക്കുമ്പോൾ വേദനയോടെ ആ കാഴ്ച നോക്കി നിൽക്കാനേ ആൽഫിക്കായുള്ളൂ. അവളെ താനായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ എന്നോർത്ത് ഹൃദയം അവനോട് കലഹിച്ചു കൊണ്ടിരുന്നു. സാക്ഷിയുടെ കോടതിയിൽ ഒപ്പുവെക്കുമ്പോൾ ആൽഫിയുടെ കൈകൾ വിറപൂണ്ടിരുന്നു. എങ്കിലും ഇതെല്ലാം താൻ ആതിരയ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് അവന് തോന്നി. രജിസ്റ്ററിൽ ഒപ്പുവെച്ച ശേഷം കാർത്തിക അവളുടെ കഴുത്തിൽ താലി കെട്ടി. ശ്രീറാം കൊടുത്ത പുഷ്പഹാരം ഇരുവരും പരസ്പരം അണിഞ്ഞു.
ആ രംഗങ്ങളൊക്കെ നിറഞ്ഞ കണ്ണുകളോടെ ആൽഫി കണ്ടു നിന്നു. എങ്കിലും ആതിര തനിക്ക് സ്വന്തമാകുന്ന സത്യം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു അവനപ്പോൾ. ആൽഫിയുടെ ഉടലിൽ വിറകൊള്ളുന്നത് കണ്ട് ലില്ലി അവൻ്റെ കൈകളിൽ മുറുക്ക പിടിച്ചു. സങ്കടപ്പെടലേ ഇച്ചായ, ഇച്ചായന് ഞങ്ങളില്ലേ, പപ്പ ഇന്നിനൊക്കെ അറിയണേ. ലില്ലിയുടെ മകൾ നാൻസി അവൻ്റെ ഷട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു. പപ്പ കരഞ്ഞില്ലല്ലോ പോനെ. ആൽഫി ആ കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്തു. പിന്നെ എന്താ, പപ്പയുടെ കണ്ണിന്ന് വെള്ളം വരണേ. തൻ്റെ കുഞ്ഞു കൈകളിലോ നാൻസി അവൻ്റെ കവിളിലേക്ക് ഒളിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചു. ആൽഫിക്ക് ആ കുരുന്നിനോട് എന്തു പറയണമെന്ന് തന്നെ അറിയില്ലായിരുന്നു. ഇനി ഒരു നിമിഷം കൂടി ഇവിടെ നിൽക്കാൻ അവനാകുമായിരുന്നില്ല. ആദി, ഞങ്ങൾ ഇറങ്ങുന്നു. ഇനിയും ഇതൊന്നും കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. നല്ലൊരു ജീവിതം തന്നെ നിനക്ക് കിട്ടട്ടെ. ആതിരയുടെ അടുത്തേക്ക് വന്ന് അത്രയും പറഞ്ഞ ശേഷം അവൻ ഭാർഗവമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. അമ്മാമ്മേ, എന്നോട് വെറുപ്പാണെന്നറിയാം. അമ്മാമ്മയ്ക്ക് തന്ന വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ നിവൃത്തികേട് കൊണ്ട് പറ്റിപ്പോയതാ ഇങ്ങനെയെല്ലാം. വീട്ടുകാരുടെ ചതിയിൽപ്പെട്ടത് മനസ്സിലാക്കാൻ ഒത്തിരി വൈകി. ഇന്നത്തെ ധൈര്യം അന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കെൻ്റെ ആദ്യയും കുഞ്ഞിനെയും നഷ്ടപ്പെടില്ലായിരുന്നു. ആദ്യം ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ചതിച്ചതല്ല. അമ്മാമ്മയ്ക്ക് കഴിയുമെങ്കിൽ എനിക്ക് മാപ്പ് തരണം. നാൻസി മോളെ ലില്ലിക്ക് കൈമാറി അവൻ ഭാർഗവമ്മയുടെ കാൽമുട്ട് കുത്തിയിരുന്ന് ആ പാദങ്ങളിൽ തൊട്ടു. എന്ത് കാരണങ്ങൾ നേർത്തിയാലും അവൾ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു. ഇനി ഒരിക്കലും നീ ഞങ്ങളുടെ കൺമുന്നിൽ പോലും വരരുത് ആൽഫി. തുമ്പിമോൾക്ക് ഇങ്ങനൊരു അച്ഛനില്ല. ഇനി മുതൽ തുമ്പിയുടെ അച്ഛൻ കാർത്തിക്കാണ്. അമ്മമ്മ അവസാനം പറഞ്ഞ വാക്കുകൾ കേട്ട് ആൽഫി ഞെട്ടലോടെ ഭാർഗവമ്മയും ആതിരയും മാറി മാറി നോക്കി. അബദ്ധം പിണഞ്ഞല്ലോ എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് ആതിര. ശ്രീറാമൻ്റെയും ഷൈനിയുടെയും കാർത്തിക്കിൻ്റെയും അവസ്ഥ അത് തന്നെയായിരുന്നു. അമ്മാമ്മ ഇപ്പോൾ തുമ്പിമോളെക്കുറിച്ച് എന്താ പറഞ്ഞത്? കേട്ട് വിശ്വസിക്കാൻ കഴിയാനാവാതെ അവൻ ചോദിച്ചു. നീ ഉപേക്ഷിച്ചു പോയതല്ലേ ആതിരയും അവളുടെ വയറ്റുണ്ടായിരുന്ന കുഞ്ഞിനെ. ഇനി ഒരിക്കലും ഈ കുഞ്ഞിൽ പോലും ഒരവകാശം പറഞ്ഞ് നീ വരാൻ പാടില്ല. തുമ്പിമോൾക്ക് ഇങ്ങനൊരു അച്ഛനുണ്ടെന്ന് അവൾ ഒരിക്കലും അറിയണ്ട. മോൾക്കിപ്പോൾ അച്ഛനെയും അമ്മയുടെയും സ്നേഹം കൊടുക്കാൻ ഒരുപാട് പേരുണ്ട്. അതിൻ്റെ കൂടെ നീ കൂടി വേണ്ട. ആ കുഞ്ഞിൽ അവകാശം പറയാൻ നിനക്കൊരു അർഹതയുമില്ല. ഭാർഗവമ്മയിൽ നിന്ന് കേട്ട ഓരോ വാക്കുകളും ആൽഫിയുടെ ഹൃദയത്തെ കീറി മുറിക്കാൻ പോകുന്നവയായിരുന്നു. ആദി, ഞാൻ എന്തായി കേട്ടത്? ഇത് നമ്മുടെ മോളാണോ? ഇത് നമ്മുടെ മോളാണെങ്കിൽ പിന്നെ നീ എന്തിനാ അന്ന് നമ്മുടെ കുഞ്ഞ് മരിച്ചു പോയെന്നൊരു കള്ളം പറഞ്ഞത്? സ്വന്തം കുഞ്ഞ് ജീവനോടെ അരികിലുള്ളപ്പോൾ എങ്ങനെ നിനക്ക് ഈ കുരുന്ന് മരിച്ചു പോയെന്ന് പറയാൻ കഴിഞ്ഞു? ആൽഫിയുടെ ഒച്ചയിടറി. ഇങ്ങനൊരു മോളുണ്ടെന്ന് നീ ഒരിക്കലും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അത്രത്തോളം വീർപ്പുണ്ട് ആൽഫി എനിക്ക് നിന്നോട്. ഈ കുഞ്ഞൊരു അവകാശവാദം ഉന്നയിച്ചു വരാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു. തുമ്പിമോൾ നിന്നെ പോലൊരു അച്ഛനെ അർഹിക്കുന്നില്ല ആൽഫി. മോളോട് ഞാൻ ഒരിക്കലും പറയില്ല അവളുടെ അച്ഛൻ നീയാണ്. ഇവൾ എൻ്റെയും കാർത്തിയേട്ടനെയും മോളായി വളരും. കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന അവകാശവും പറഞ്ഞ് ഇവളെ തെടിഞ്ഞി വരരുത്. അതെനിക്കിഷ്ടമല്ല. ഞങ്ങൾ സമാധാനത്തോടെ ജീവിച്ചോട്ടെ പ്ലീസ്. ആദി, നിനക്കെന്നോട് ഇത്രയും വീർപ്പ് മനസ്സിലുണ്ടായിരുന്നോ? തുമ്പിമോള് അവൾ എൻ്റെയും കൂടി കുഞ്ഞല്ലേ ആദി. അവളെ ഞാൻ ദൂരെ നിന്നെങ്കിലും കണ്ടോട്ടെ. അതിനുള്ള അവകാശമെങ്കിലും എനിക്ക് തന്നോടെ. നമ്മുടെ കുഞ്ഞ് മരിച്ചു പോയിന്ന് നീ പറഞ്ഞപ്പോൾ ഞാൻ എത്ര വേദനിച്ചുവെന്ന് നിനക്കറിയില്ല ആദി. എന്തിനു വേണ്ടിയാണെങ്കിലും അങ്ങനെ ഒരു കള്ളം നീ പറയരുതായിരുന്നു. നിന്റെ ആഗ്രഹം പോലെ തന്നെ തുമ്പിമോളിൽ ഒരവകാശവും പറഞ്ഞ് ഞാൻ വരില്ല. പക്ഷേ എനിക്ക് അവൾ ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണണമെന്നുണ്ട്. അവൾ വളരുന്നത് കണ്ടെനിക്ക് സന്തോഷിക്കണമെന്നുണ്ട്. അതെങ്കിലും നീ സമ്മതിച്ചു തരില്ലേ ആദി? ഇല്ല ആൽഫി, അതൊന്നും നടക്കില്ല. അങ്ങനെ നീ മോളെ കാണാൻ തുടങ്ങിയാൽ പിന്നെ നിനക്ക് അവൾ കൂടെ വേണമെന്ന് തോന്നും. നീയാണ് മോളുടെ അച്ഛനെന്നും അവൾ നിന്നെ അച്ഛന്ന് വിളിക്കുന്നത് കേൾക്കാനും നീ ആഗ്രഹിക്കും. അതുകൊണ്ട് നീ പറഞ്ഞ ഒരാഗ്രഹവും സമ്മതിച്ചു തരില്ല ഞാൻ. പണ്ട് താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട രാത്രി 1.5 മാസമുള്ള മോളെ കൊണ്ട് ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയതാ ഞാൻ. അന്ന് ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ നീ ആരോട് പോയി മാപ്പ് പറയുമായിരുന്നു? ആ കഷ്ടപ്പാടുകൾ താണ്ടി ഇവിടെ വരെ എത്തിയത് വളരെ ബുദ്ധിമുട്ടിയാണ്. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ വരരുത് ആൽഫി. നിനക്കിങ്ങനെയൊരു മകൾ ജനിച്ചിട്ടേയില്ലെന്ന് വിചാരിച്ച് ഇവിടെ നിന്നും പോയി തരണം. ഇതെൻ്റെ അപേക്ഷയാണ്. ഏതെങ്കിലും വാക്ക് പാലിക്കുന്നീ. ആതിര അവന് മുന്നിൽ കൈകൾ കൂപ്പി പറഞ്ഞു. ഇത്രയും വലിയൊരു ശിക്ഷ നീ എനിക്ക് തരേണ്ടിയിരുന്നില്ല ആദി. എൻ്റെ മോളെപ്പോലും കാണാനുള്ള അവകാശം എനിക്കില്ലാതെ പോയല്ലോ. സാരില്ല, നിനക്ക് വേണ്ടി ഞാനിതും സഹിക്കാം. നിനക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യവും ഇനി എന്നിൽ നിന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാൻ ഞാൻ. ഒരിക്കലും തുമ്പിമോളിൽ ഒരവകാശം പറഞ്ഞ് ഞാൻ വരില്ല. നിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇങ്ങനെയൊരു അച്ഛനുണ്ടെന്ന് അവൾ അറിയണ്ട. ഇനി ഒരു യാത്ര പറച്ചിലും നിൽക്കുന്നില്ല. ഞങ്ങൾ ഇറങ്ങുക. അവസാനമായി തുമ്പിമോളെ കണ്ണു നിറച്ചെന്ന് കണ്ട് അവളുടെ ഇരു കവളിലും തൻ്റെ സ്നേഹചുംബനം നൽകി അവൻ അവിടെ നിന്നും ഇറങ്ങി. ആൽഫി, ഒന്ന് നിൽക്ക്. ആതിര അവനെ പിന്നിൽ നിന്നും വിളിച്ചു. എന്താതി? ആൽഫി, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നീ നിഷേധിക്കരുത്. നിനക്ക് എന്നോട് എന്തും ആവശ്യപ്പെടാൻ മതി. എന്നെക്കൊണ്ട് പറ്റുന്നതല്ലെങ്കിലും ഞാൻ അത് ചെയ്യാൻ ശ്രമിക്കും. എങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. പറയാതി. നിന്നെക്കുറിച്ച് ഒന്നും അറിയാതെ ഒത്തിരി പ്രതീക്ഷകളോടെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണ് ലിലി.
അവളെ ഇനി ഒരിക്കലും സങ്കടപ്പെടുത്തരുത് നീ. കാരണം ഇനിയൊരു പെണ്ണുകൂടി വേദനിക്കാൻ ഇടവരരുത്. ഇനിയെങ്കിലും എല്ലാം ഉൾക്കൊള്ളാൻ നീ ശ്രമിക്കണം. ഈ നേരം അത്രയും നീ എന്നോട് കെഞ്ചുമ്പോൾ നിന്റെ ഭാര്യയായി ഇവൾ സങ്കടങ്ങളെല്ലാം ഉള്ളിലടക്കി നിൽക്കുകയായിരുന്നു. ലില്ലി നിന്നെ സ്നേഹിക്കുന്നത് അറിഞ്ഞിട്ടും ഇതുവരെ നീ അത് കണ്ടിൽ നിന്ന് അടിച്ചു. ഇനി അതുണ്ടാവരുത് ആൽഫി. കുറഞ്ഞ പക്ഷം ലില്ലിയോടെങ്കിലും നീതി പുലർത്താൻ നീ ശ്രമിക്കണം. ഇതാണ് എനിക്ക് നിന്നോട് പറയാനുണ്ടായിരുന്നത്. ലില്ലിയുടെ കൈകൾ ആൽഫിയുടെ കൈകളിലേക്ക് ചേർത്ത് വെച്ച് ആതിര ഇരുവരെയും നോക്കി. നീ ഇത് പറഞ്ഞില്ലെങ്കിലും ഈ കാര്യം ഞാനും മനസ്സിൽ വിചാരിച്ചതാണ് ആദി. പക്ഷേ എത്രത്തോളം എന്നെക്കൊണ്ടത് സാധിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ മനസ്സിൽ നിറയെ നീയും മോളുമാണ്. അത് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. എങ്കിലും ഞാൻ എന്നെക്കൊണ്ടാകും പോലെ ശ്രമിക്കണം. ഇനി ഞങ്ങൾ പൊയ്ക്കോട്ടെ. ആൽഫി അനുവാദത്തിനായി അവളെ നോക്കി. പൊയ്ക്കോളൂ, ഇനി നമ്മൾ തമ്മിൽ കാണാതിരിക്കട്ടെ. ആതിര ഇരുവരെയും നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. നാൻസി മോളെ കയ്യിലെടുത്ത് ഒരു കയ്യിൽ ലില്ലിയെ മുറുക്കെ പിടിച്ച് ഇടർന്ന കാലടികളോടെ അവർ റോഡിലേക്ക് ഇറങ്ങി. ഒരു ഓട്ടോ കൈ കാണിച്ചു നിർത്തി മോളെയും കൊണ്ട് ഇരുവരും ഓട്ടോയിലേക്ക് കയറി. വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ആതിരി നോക്കി ലില്ലിയും ആൽഫിയും കൈവീശി കാണിച്ചു. അവളും യാന്ത്രികമായി വലത് കൈപ്പത്തി ഉയർത്തി കാണിച്ചു. നാട്ടിലേക്കുള്ള യാത്രയ്ക്കായി ഈ തവണ ട്രെയിൻ ഒഴിവാക്കി ആതിര കാറിൽ പോകാനാണ് തീരുമാനിച്ചത്. ഈ പ്രാവശ്യം അവൾക്കൊപ്പം കാർത്തിക്കുമുണ്ട്. വീട്ടിൽ പോയി എല്ലാവരെയും അവസാനമായി ഒന്നുകൂടി കണ്ടുവരാമെന്ന് പറഞ്ഞാണ് അവർ യാത്രയ്ക്കായി ഒരുങ്ങിയത്. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് അവർ പാലക്കാട്ടേക്ക് തിരിച്ചത്. മോരിലെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. അച്ഛൻ്റെ അസുഖ വിവരം അറിഞ്ഞ് ശനിയാഴ്ച അഞ്ചും ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ആതിരി വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. തുമ്പിമ്പോളും ഭാർഗവയും പുറകിലെ സീറ്റിലായിരുന്നു. രാത്രിയായതുകൊണ്ട് ഇരുവരും മയക്കത്തിലായിരുന്നു. കാർത്തിക് പതിയാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. ആതിരയുമായി ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇരുവരും ആ യാത്ര നന്നായി തന്നെ ആസ്വദിച്ചു. എടോ, വീട്ടുകാരോട് താൻ എന്നെപ്പറ്റി എന്താ പറയാൻ പോകുന്നത്? അവർക്കൊക്കെ താൻ വിവാഹം കഴിച്ചത് ആൽഫിയായിരുന്നു എന്ന് അറിയില്ലേ? പേര് മാത്രമേ അവർക്കൊക്കെ അറിയൂ. ആളെ കണ്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് എനിക്ക് പേടിയില്ല. എൻ്റെ ലൈഫിൽ നടന്നൊന്നും അവരെ അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ആൽഫി എന്നെ പേരൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എങ്കിലും വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. എങ്ങനെ? ഞാൻ ആരെയാണ് വിവാഹം കഴിച്ചതെന്ന് അവരെ അറിയിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു നുണ പറഞ്ഞിരുന്നുവെന്ന് പറയും. സത്യം പറഞ്ഞിട്ട് അച്ഛന് അന്വേഷിച്ചു വന്ന് എനിക്ക് കിട്ടിയ നല്ല ജീവിതം ഇല്ലാതാക്കുമോ എന്നൊരു പേടി അന്നുണ്ടായിരുന്നു എന്നും പറയും. ഇപ്പോൾ അന്നത്തെ സാഹചര്യം അല്ലാത്തത് കൊണ്ട് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്ന് പറയാലോ. ഇങ്ങനെ പറഞ്ഞാൽ എന്തായാലും അമ്മയ്ക്ക് വിശ്വസിക്കും. ഇത് കുറച്ചൊക്കെ കൺവിൻസിങ് ആകുന്നുണ്ട്. ചെറിയൊരു ചിരിയുടെ കാർത്തിക് പറഞ്ഞു. 15 മണിക്കൂറോളം യാത്ര ചെയ്താണ് അവർ ആതിര വീട്ടിലെത്തിച്ചേർന്നത്. വരുന്ന വിവരം അവൾ നേരത്തെ തന്നെ വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. ഇടയ്ക്ക് വഴിയിൽ നിർത്തി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചൊക്കെ വന്നതുകൊണ്ട് വീട്ടിലെത്തിയപ്പോൾ നേരം ഉച്ചയോടടുത്തിരുന്നു. കാർത്തിക് ഒപ്പമുള്ള കാര്യം പറയാതിരുന്നതുകൊണ്ട് ആതിരയ്ക്കൊപ്പം കാറിൽ നിന്നിറങ്ങിയ സുമുഖനായ യുവാവിനെ കണ്ട് ഭാരതിയും ആരതിയും അഞ്ജുവുമൊക്കെ അന്താളിച്ചു പോയിരുന്നു.